ChatGPTയിൽ നിങ്ങൾ PDF അപ്ലോഡ് ചെയ്ത് അതിനെക്കുറിച്ച് എന്ത് ചോദിച്ചാലും അത് എങ്ങനെ കറക്റ്റ് ഉത്തരം പറയുന്നു എന്നറിയുമോ? അതിൻ്റെ പിന്നിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, വെക്ടർ ഡേറ്റാബേസ്. സാധാരണ ഒരു ഡേറ്റാബേസിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് നോക്കുന്നത് എക്സാക്ട് വേർഡ് ആണ്. കാർ എന്ന് സെർച്ച് ചെയ്താൽ കാർ എന്ന വാക്കുള്ളത് മാത്രം കിട്ടും. വെഹിക്കിൾ എന്ന് എഴുതിയത് കിട്ടില്ല. മീനിങ് ഒന്നാണെങ്കിലും വാക്കുകൾ വേറെയാണ്. AI ഇത് സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ വാക്കിനെയും ഫോട്ടോയെയും ഡോക്യുമെന്റിനെയും AI ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആക്കി മാറ്റും. ഇതിന് എംബെഡിംഗ് എന്നാണ് പേര്. ഈ നമ്പേഴ്സ് ഒരു മാപ്പിലെ ലൊക്കേഷൻ പോലെയാണ്. അതായത് അടുത്തുള്ള കാര്യങ്ങൾ മാപ്പിൽ അടുത്തടുത്ത് വരും. ഈ നമ്പേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യാനും ഇതിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാനുമുള്ള ഒരു സ്പെഷ്യൽ ഡേറ്റാബേസ് ആണ് വെക്ടർ ഡേറ്റാബേസ്. അതായത് സെർച്ച് ചെയ്യുന്നത് വാക്ക് വെച്ചല്ല, മീനിങ് വെച്ചാണ്. ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫ് നോക്കിയാൽ മുളക് പൊടിയുടെ അടുത്ത് തന്നെ മല്ലിപ്പൊടിയും ഗരം മസാലയും കാണും. പേരിന്റെ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കിയല്ല, സാധനങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റി നോക്കിയാണ് ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. വെക്ടർ ഡേറ്റാബേസ് ചെയ്യുന്നതും ഇത് തന്നെ. ഗൂഗിൾ ഫോട്ടോസിൽ ബീച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കടപ്പുറത്തെ ഫോട്ടോകൾ വരുന്നത്, സ്പോട്ടിഫൈ അടുത്ത പാട്ട് സജസ്റ്റ് ചെയ്യുന്നത്, ChatGPT നിങ്ങളുടെ PDF വായിച്ച് ഉത്തരം തരുന്നത്, എല്ലാത്തിന്റെയും പിന്നിൽ വെക്ടർ സെർച്ച് ആണ്. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.